welcome to a new episode of Flywheel. ഇന്ന് ഞങ്ങളുള്ളത് എക്സ്ട്രീം നോർത്ത് എൻഡിലാണ്, ജമ്മു കാശ്മീരിലുള്ള ലേയിലാണ് ഞങ്ങളുള്ളത്. ആൻഡ് വി ആർ പാർട്ട് ഓഫ് Mercedes-Benz ഡ്രൈവിംഗ് ഇവന്റ് വിച്ച് ഇസ് കോൾഡ് SUV ഡ്രൈവ്. Mercedes-Benzന്റെ ഓഫ് റോഡേഴ്സിന്റെ ഒരു ഡ്രൈവ് ആണിത്. ആൻഡ് ആസ് വി ഹാഡ് എ ഡ്രൈവ് വിത്ത് Audi, we are having a very different drive with Mercedes-Benz today. കാരണം നമ്മൾ ഇന്നലെ ഇവിടെ ലേയിലെത്തി. ആൻഡ് ലേയിലെത്തിയപ്പം ക്ലൈമറ്റ് വാസ് 8 degree when at 11 o'clock. And ഒരു ദിവസം നമ്മൾ ഈ ക്ലൈമറ്റ് ആയിട്ട് കോപ്പ് ചെയ്യാൻ we were very free, we relaxed, we had a few sightseeing and all. Second day ആണെന്നുള്ളത്. ആൻഡ് ക്ലൈമറ്റ് ഇസ് 4 degrees now and it is around 11 o'clock. നമ്മൾ ഇന്നിപ്പോ ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. വി ഹാവ് കോൺവേ ഓഫ് GL and G class, and G class especially the G55. And നമ്മളിപ്പോ ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് വിൽ ബി ഗോയിങ് ടു എ പ്ലേസ് കോൾഡ് സംഘം. ആൻഡ് Mercedes-Benzന്റെ ഡയറക്ടർ Debashish Mitra will be flagging off the convoy, and my good friend and communication GM Manas is also accompanying us. Let's see what all funs we are having today, and hope you all also enjoy it. Sit back and enjoy the drive of SUV drive. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ഉള്ള ലേയിലാണ്. ലേ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് എൻഡിൽ, അതായത് ഇന്ത്യയും ചൈനയും ബ്രോഡർ ആയിട്ടുള്ള സ്ഥലത്തുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് എ പ്ലേസ് വേർ ദർ ഇസ് ഇൻഹാബിറ്റേഷൻ. ആൻഡ് ബിയോണ്ട് ദാറ്റ് പിന്നെയുള്ള മലനിലകളാണ്, ഹിമാലയൻ മലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം തന്നെ ഇന്ത്യൻ ബോർഡറാണ്. അത് ഒന്നും തന്നെ ആളുകൾ താമസമില്ലാത്ത സ്ഥലങ്ങളാണ്. ആൻഡ് ലേ ഈസ് 10,000 feet ഹൈറ്റ്. ആക്ച്വലി ലേ എന്ന് പറയുന്ന ഒരു വാലിയാണ്, ഇത്ര ഹിമാലയത്തിന്റെ ഇടയിലേക്കുള്ള ഒരു വാലിയാണ്. ആൻഡ് വി വിൽ ബി ഗോയിങ് സം പ്ലേസസ് വിച്ച് ഇസ് അപ് ടു 17,000 feet. അതായത് നമ്മളിപ്പോ വയനാട് എടുക്കുകയാണെങ്കിൽ വയനാടിന്റെ 2,500 feet ആണ് നമ്മൾ ഹൈറ്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ ഉള്ളതെന്ന്. ആൻഡ് നേരത്തെ ഡ്രൈവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മുന്നേ ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡിനെ കുറിച്ച് പറയണം. തിങ് ക്ലൈമറ്റ് കോൾഡ് ആണെങ്കിലും നമുക്കിവിടെ ഓൾട്ടിറ്റ്യൂഡ് വൈസ് ഹൈറ്റുള്ളതുകൊണ്ട് ഓക്സിജൻ വളരെ കുറവാണ്. സോ കൂടുതൽ നമ്മൾ സംസാരിക്കുക, കൂടുതൽ നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും ചെയ്യുമ്പോൾ there will be a problem to breathe. As I told you, breathing is a problem.
ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഒരു കോൺവേ ആയിട്ട് നമ്മൾ ഹോട്ടൽ താമസിക്കുന്ന ഡ്രാഗൺ ഹോട്ടലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ സംഗമം എത്തിയിരിക്കുകയാണ്. 7 GL ക്ലാസ്സസും പിന്നെ M ഉണ്ടായിരുന്നു, 6 ഉണ്ടായിരുന്നു. അത് രണ്ടും തന്നെ നമ്മൾ പൈലറ്റ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ്. ആൻഡ് ദ അറ്റൻഷൻ വാസ് ഓൺ G55, വിച്ച് ഇസ് ദ ഓൺലി വൺ കാർ അവൈലബിൾ. ബട്ട് ഐ ഓപ്റ്റഡ് ദിസ് GL 350 CDI. കാരണം GL-നെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിൽ പറഞ്ഞാണ്, ആൻഡ് വി ഹാവ് സീൻ ഷോൺ ദാറ്റ് GL-ന്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി GL 500 ഇറ്റ് ഈസ് ബിൽഡ് ആക്ച്വലി ഒരു G-നെ ഒന്ന് മാറ്റിയിട്ട് ന്യൂ G ക്ലാസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ GL ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷെ ഈ ഒരു ന്യൂസ് പുറത്തു വന്നപ്പോൾ G-ന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ G-നോടുള്ള ഇഷ്ടമുള്ള ആളുകൾ അത് മാറ്റണ്ടെന്ന് പറയുകയും G അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യണമെന്ന് പറയുകയും ചെയ്തപ്പോഴാണ് GL എന്ന് പറഞ്ഞൊരു ക്ലാസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയും G-ലുള്ള പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൺലി തിങ് ഇസ് കുറച്ചുകൂടി ഒരു മോഡേൺ ഓഫ് റോഡിംഗ് ടെക്നിക്സ് അതിൽ വന്നിട്ടില്ല. അതായത് ഈ എല്ലാ ടെക്നോളജി എല്ലാം തന്നെ ഇലക്ട്രോണിക് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഉള്ള രീതിയിലാണ്. ആൻഡ് ദിസ് ഇസ് ബിൽഡ് ആസ് മോണോകോക്ക് ഷേസസ്. അപ്പം G ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ് അതാണ്, മോണോകോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. ബട്ട് ദിസ് ഇസ് ഓൾസോ എ പ്യൂർ ഓഫ് റോഡ് എന്ന് പറയാം. ഈ ഒരു സ്റ്റേബിളിലുള്ള ഈവൻ റേഞ്ച് റോവർ, ലാൻഡ് റോവറിനെല്ലാം കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിപ്പം ഇന്ത്യയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് Q7 X5 ആണ്. ആ ഒരു സെഗ്മെന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലെങ്കിലും റേഞ്ച് റോവർ അടക്കം ഉള്ള എല്ലാ SUVs എടുത്തു കഴിഞ്ഞാലും ആൻഡ് ദിസ് വൺ ഓഫ് ദ മോസ്റ്റ് കേപ്പബിൾ SUVs എന്ന് തന്നെ പറയാം, എസ്പെഷ്യലി ഓൺ ഓഫ് റോഡ്. കാരണം ഇന്നിപ്പോ ഞാൻ പറയുന്നത് വളരെ ഒത്തന്റിക് ആയിട്ടാണ്. നമ്മൾ വണ്ടിന്റെ മേലുള്ള പൊടി കണ്ട വാട്ട് ഓൾ സ്റ്റൻസ് വി ഡിഡ്. നമ്മളിപ്പോ ഒരു സ്ട്രെച്ച് ആണ് കഴിഞ്ഞത്. ആ സ്ട്രെച്ചിൽ തന്നെ ഒരു നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ വി ഹാഡ് ഡൺ എ ഗുഡ് ഓഫ് റോഡിങ് ആൻഡ് ഇറ്റ് വാസ് റിയലി എൻകറേജിങ് ആൻഡ് വെരി എൻതൂസിയാസ്റ്റിക്. കാരണം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. കാർ ഇസ് നോട്ട് ലാഗിങ്, ഒരു സ്ഥലത്തും നമ്മളെ ഒരു ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള. പക്ഷെ മൊത്തത്തിൽ ഈ ഒരു ആൾട്ടിറ്റ്യൂഡിൽ നമുക്ക് ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള പോലെ കാറിനും ഉണ്ടാവും. കാരണം എയർ സക്സേഷൻ എല്ലാം കുറയും. ആ ഒരു സ്ലാഗിഷ്നെസ് എല്ലാ വെഹിക്കിളിലും കാണുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എസ്പെഷ്യലി ഓവർടേക്ക് ചെയ്യുമ്പം ഡൗൺ ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. Otherwise, the capability on off-road is superb with this vehicle. ഞാൻ നേരത്തെ ലൈനെ കുറിച്ച്